ശ്രീ അനൂപ് ജേക്കബ്. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ്. സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 10 വർഷത്തിലേക്ക് പിന്നിടുകയാണ്. ഇന്ന് ഈ സഭയിൽ 2 MLA ഭരണപക്ഷ MLA തന്നെ ഉന്നയിച്ച സബ്മിഷൻ, വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ നിർബാധം തുടരുകയാണ്. എത്ര പേരാണ് സാർ ഓരോ ദിവസവും വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? ഇന്ന് വരെ ഈ ഗവൺമെൻറ്റിന് അതിനെതിരെ സത്വരമായൊരു നടപടിയോ ശാശ്വതമായൊരു പരിഹാരമോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 500-ൽ പരം മനുഷ്യരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 6452 പേർക്കോളം ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന സാഹചര്യങ്ങൾ. സാർ, ഇതിൻ്റെ അകത്ത് കൃഷിനാശം ഒരു ഭാഗത്തുണ്ടാകുന്നു, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന നാശമുണ്ടാകുന്നു. ഇപ്പോഴും നമ്മുടെ വനമേഖലയെ കേന്ദ്രീകരിച്ചുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ ഭീതിയോടെ ജീവിക്കുകയാണ്. സാറ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുമ്പോൾ സർക്കാർ പൂർണ്ണമായും നിസ്സംഗ മനോഭാവമാണ് അക്കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ കൊല്ലപ്പെട്ടു പോകുന്നവരുടെ നഷ്ടപരിഹാരം കിട്ടാൻ പോലും എത്രയോ മാസങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ചുണ്ട്. നഷ്ടപരിഹാരം കൊണ്ട് നികത്താൻ കഴിയുന്നതല്ല ഓരോ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം എന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതുപോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിൽക്കുന്നു. ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കൊണ്ടുവരാൻ ഗവൺമെൻറ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാർ, ഇവിടെ ബാലപീഡന കേസുകൾ, സർ, ഈ കഴിഞ്ഞ 2024 മാത്രം 2368 ബാലപീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കേസുകളുടെ തുടർ നടപടികൾ വളരെ സ്ലോ ആയാണ് പലപ്പോഴും പോകുന്നത്. ഇത് കോടതിയിൽ എത്തുന്നതിനുള്ള കാലതാമസം, ഇതിൻ്റെ വിചാരണയ്ക്കുണ്ടാവുന്ന കാലതാമസം, ഈ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക പീഡനങ്ങൾ, ഇവരുടെ പുനരധിവാസം പോലും നടക്കാത്ത സാഹചര്യങ്ങൾ ഇന്നും ഉണ്ടാവുന്നു. സാമൂഹ്യ സുരക്ഷിതമായ കേരളം എന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. സാർ, തെരുവുനായ ആക്രമണം കേരളത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ കേരളം ഒറ്റ നഗരമായി മാറുന്നുവെന്ന് പഞ്ചായത്ത് മന്ത്രി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. കേരളത്തിലെ തെരുവുനായ ആക്രമണങ്ങൾ അതിൻ്റെ എല്ലാ ഭീകര ചിത്രത്തോടെ ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സാർ, അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം 2024 3.17 ലക്ഷമായി തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. 17 മനുഷ്യരാണ് പേവിഷബാധ ഏറ്റ് കേരളത്തിൽ മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ ആൻറ്റി റാബീസ് വാക്സിൻ അടക്കമുള്ളത് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതല്ലേ കാണുന്നത്. സാർ, ആശുപത്രികളുടെ ദുരവസ്ഥയെ സംബന്ധിച്ചാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം കടന്നു വന്നിരിക്കുന്നത്. ആശുപത്രികൾ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളില്ല. ഹെൽത്ത് സെൻറ്റേഴ്സിൽ CHSCകളും FHSCകളും ഇപ്പോഴും യാതൊരു രീതിയിലുള്ള എക്യുപ്ഡ് അല്ല. ഡോക്ടേഴ്സിൻ്റെ അഭാവമുണ്ട്, സ്റ്റാഫ് നഴ്സുകളുടെ അഭാവമുണ്ട്. ഇത് എത്രയോ വേള ഈ സഭയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. അതിനിന്നും ഒരു പരിഹാരം കാണാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. സാർ, ഈ തെരുവുനായ ആക്രമണം ABC സിസ്റ്റം അത് യാതൊരു രീതിയിലും അത് പൂർണ്ണമായും വിജയിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ല. കേരളത്തിൽ അത് വലിയൊരു ദുരന്തമായി ഇന്ന് തെരുവുനായ ആക്രമണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തുകൾ പലപ്പോഴും നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. സാർ, ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരുടെ വികസന നേട്ടങ്ങൾ ഇവിടെ കൊട്ടിഘോഷിക്കുമ്പോൾ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ജലജീവൻ 2025 ജലജീവൻ പൂർത്തിയാവുമെന്ന് ഈ നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. 2026 കടക്കുമ്പോഴും അത് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിൽക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ട പദ്ധതി അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥ സ്റ്റേറ്റ് വിഹിതം കൊടുക്കുന്നതിൽ പോലും വലിയ കാലതാമസം ഉണ്ടാവുകയും അടക്കമുള്ള ഒരുപാട് കുടിശ്ശികൾ വരുത്തി വെച്ചതൊക്കെ ജലജീവൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുവാൻ കാരണമായി എന്നുള്ളത്. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ 2026 ഈ സർക്കാരിൻ്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോഴും ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചില്ലേ സാർ? വെള്ളക്കരം വർദ്ധിപ്പിച്ച്, ഭൂനികുതി വർദ്ധിപ്പിച്ച്, കെട്ടിട നികുതി വർദ്ധിപ്പിച്ച്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്, ഇവർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സെസ് ഏർപ്പെടുത്തി അടക്കം എല്ലാ രീതിയിലും ജനങ്ങളെ എങ്ങനെ പിഴിയാം എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ നന്ദി പ്രമേയത്തെ ഞാൻ ഒരിക്കൽ കൂടി എതിർക്കുകയാണ്.